എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോപ്പനൊപ്പനോ വീഡിയോ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടുകൾ കൊടുക്കാൻ പറ്റി. ഓക്കെ, ഒത്തിരി പേർക്ക് അതിൽ നിന്ന് നല്ല മാറ്റം, റിലേഷൻഷിപ്സ് ഇഷ്യൂ ഒരുപാട് ഭേദമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വിളിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുമുണ്ട്. ആദ്യമേ കുറച്ചൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഒരു നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നവരും. സോ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരാളെ എങ്ങനെ നമ്മൾക്ക് ഒരു പേഴ്സണലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഹോപ്പനൊപ്പനോ യൂസ് ചെയ്ത് നമുക്ക് ഹീൽ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. സോ ഹോപ്പനൊപ്പനോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് വി ആർ എക്സ്പീരിയൻസിങ്, നമ്മൾ എന്താണോ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, ഔട്ടർ വേൾഡിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്, അത് എന്താണെങ്കിലും ഇറ്റ്സ് അവർ റിഫ്ലക്ഷൻ. ഓക്കെ, എന്താണോ നമ്മളിലുള്ളത് അതാണ് നമ്മൾ ഔട്ടർ വേൾഡിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബിക്കോസ് ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ഔട്ടർ വേൾഡിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് എങ്ങനെ പെരുമാറിയാലും എന്താണെങ്കിലും, ഒരു വ്യക്തി മാത്രമല്ല, നമ്മൾ എന്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, ഒരാളുടെ ഒരു ദേഷ്യമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഒരാളുടെ ഒരു ഗിൽട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഒരാളുടെ എന്ത് ഇമോഷൻസ് ആണ്, എന്ത് ഫീലിങ്സ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളിലുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ അപ്പം എവിടെയാണ് ഹീലിംഗ് ആവശ്യമുള്ളത്? നമ്മൾക്ക് തന്നെയാണ്. സോ ഹോപ്പനൊപ്പനോ പ്രേയറിൻ്റെ പ്രത്യേകത ഇതാണ്, വി ആർ ഹീലിംഗ് അവർ സെൽഫ്. നമ്മളെ ഹീൽ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഔട്ടർ വേൾഡിനെ ബ്യൂട്ടിഫുൾ ആക്കുകയാണ്. സോ ഫസ്റ്റ് വേണ്ടത് നമ്മൾക്കാണ് ക്ലെൻസിങ് ആവശ്യം. നമ്മൾ ക്ലെൻസ് ആകുമ്പോൾ തന്നെ ബാക്കി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെയും വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിപ്പം സമ്പത്തിനാണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും, ഹെൽത്തിനാണെങ്കിലും, എന്തുവാണെങ്കിലും, നമ്മൾ ചുറ്റുപാടും കാണുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രയർ നമ്മൾക്ക് അത്രയും മാത്രം ക്ലെൻസിങ് നമ്മൾക്ക് കൊണ്ടുതരും. സോ നമ്മൾക്ക് ഇവിടെ ആദ്യമേ നമുക്ക് നോക്കാം, ഒരു വ്യക്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഹോപ്പനൊപ്പനോ ചെയ്യാം എന്നുള്ളത്. ഇപ്പം രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഭയങ്കര ഇഷ്യൂസ്, ഒന്നും രണ്ടും പറഞ്ഞൊക്കെ ഭയങ്കര വഴക്കായി. അപ്പം പക്ഷെ നമുക്ക് ആ വ്യക്തി നമ്മളെടുത്ത് സംസാരിക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, ആരുമാണെങ്കിലും നമ്മൾ തമ്മിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് മാറണം എന്ന് ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളിൽ ഉള്ളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് നമ്മളെ ആദ്യമേ ഹീൽ ചെയ്യണം. സോ നമ്മളുടെ ഹോപ്പനൊപ്പനോ പ്രയർ നമ്മൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ ചാൻഡ് ചെയ്ത് തുടങ്ങാം. സോ ഇതെങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള പ്രോബ്ലം, ഫ്രണ്ടാണെങ്കിലും whoever it is, we have to cleanse ourselves. സോ നമ്മൾ പറയുന്നത് ഹോപ്പനൊപ്പനോടെ 4 ഫ്രേസസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. വളരെ പവർഫുൾ വളരെ മാജിക്കൽ ആയിട്ടുള്ള 4 ഫ്രേസസ്, കോമൺ ആയിട്ട് നമ്മളെപ്പോഴും പറയുന്ന 4 ഫ്രേസസ്. ഇത് ഇത്രയും മിറാക്കുലസ് ആയിട്ടുള്ള ഹീലിംഗ് നമ്മൾക്ക് കൊണ്ടുതരുമെന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കറിയാം എത്രമാത്രം സമാധാനമാണ് ഈ വേർഡ്സ് കൊണ്ടുതരുന്നതെന്ന്. ബിക്കോസ് ഈ വേർഡ്സ് എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ്സ് ആണ്, മന്ത്രാസ് ആണ്. ഓക്കെ, കാര്യം ഇത്രയേ ഉള്ളൂ, മന്ത്രാസ് ആണ്. നമ്മളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഹ്യൂലൻ ആണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഡോക്ടർ. സോ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നേരത്തെ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാൻ പോവുകയാണ്. സോ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഇത് ആരെടുത്ത് പറയുന്നു? ഇതാണ് ആദ്യമേ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് യൂണിവേഴ്സിൻ്റെ അടുത്ത് ആണ് നമ്മൾ
യൂണിവേഴ്സിനോ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നോ അവരുടെ അടുത്തായിട്ട് നമ്മൾ സമർപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇതൊരു പ്രത്യേകിച്ച് ഒരു റിലീജിയനായിട്ടൊന്നും കാണണ്ട, ഒരു റിലീജിയൻ വൈസ് ആയിട്ട് ഇത് അങ്ങനെ നിങ്ങൾ ഇതിനെ എടുക്കണ്ട. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ആരെ വിശ്വസിക്കുന്നോ അതിലോട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഇത് നമ്മൾ എല്ലാവർക്കും അത് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് യൂണിവേഴ്സ് എന്ന് എടുക്കും. എന്തിനാണ് ഐ എം സോറി പറയുന്നത്? ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞുപോയി. എന്താണ് ആ ദേഷ്യത്തിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് അങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് എനിക്ക് ആ വ്യക്തിനെ വേദനിപ്പിച്ചു എന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ എം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ സംഭവിച്ചു, വാട്ട് എവർ ഹാപ്പൻഡ്, ഐ ആം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി. കാരണം എല്ലാം നമ്മളുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. സോ ഇതിനുള്ള കാരണം നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി. ഈ 100% റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ പറയുന്നത് ഐ ആം സോറി. വാട്ട് എവർ എന്തൊക്കെയാണ് എനിക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ആ പാറ്റേൺ എനിക്ക് ഉണ്ടാക്കി തന്നത്, ആ ദേഷ്യം എന്നിൽ വന്നത്, ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം സോറി. സോറി യൂണിവേഴ്സ്, ഐ എം സോറി. ഇത് വിത്ത് ഇമോഷൻ, വിത്ത് ഫീലിംഗ് ആണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അതിനൊക്കെയും ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കിതൊക്കെ സംഭവിച്ചു പോയി. അതിനുള്ള കാരണം എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നു. അത് സംഭവിച്ചു പോയി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക, യൂണിവേഴ്സ് അവർ ലവിങ് പാരൻ്റ് ആണ് യൂണിവേഴ്സ്. നമ്മൾ ഫോർഗീവ്നെസ് ചോദിച്ചാൽ നമ്മളെടുത്ത് ക്ഷമിക്കാതിരിക്കാൻ യൂണിവേഴ്സിന് പറ്റില്ല. So that loving parent will always support you, always forgive you. പക്ഷെ അതിന് നമ്മൾ അത്രയും ഇമോഷൻസോടെ, അത്രയും ഫീലിങ്സിലൂടെ നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് കൊടുക്കണം. ഓക്കെ, ആ ഫൊർഗീവ്നെസ് അവിടെ പറയുക. ആ താങ്ക് യു പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലവിങ് പാരൻ്റ് നമ്മളുടെ അടുത്ത് ക്ഷമിച്ചതായിട്ട് കാണുക. ഐ താങ്ക് യു ആൻഡ് ദെൻ ഐ ലവ് യു. നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആ ഒരു സ്നേഹം നമ്മൾ അറിയിക്കും. സോ ഇതാണ്, ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് നമ്മൾ 100% റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു എന്നുള്ളത്. രണ്ടാമത് നമ്മൾ എന്തിനൊക്കെയാണോ നമ്മൾ ആ പാറ്റേൺസ് എന്തൊക്കെയാണോ എനിക്ക് വന്നത് അതിന് നമ്മൾ സോറി പറയുന്നു, ഫൊർഗീവ്നെസ് ചോദിക്കുന്നു, യൂണിവേഴ്സിൻ്റെ ഐ ലവ് യു ആൻഡ് ഐ താങ്ക് യു, ആ സപ്പോർട്ട് എടുക്കുന്നു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. ദൈവമേ, ഞാൻ പറയുന്നത് ശരിയാണോ, ഞാൻ ആരുടെടുത്തായിരുന്നു പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിയുടെ നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് വരുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത് കറക്റ്റ് ആവുമോ എന്നൊക്കെയുള്ള തോട്ട്സാണ് ഇതിന് ഇടയ്ക്കൂടെ വരുന്നത്. കാരണം നമുക്ക് വേണ്ടത് റിസൾട്ടാണ്. ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നമ്മുടെ അടുത്ത് സംസാരിക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതുകൊണ്ടുണ്ടാക്കുന്ന റെസിസ്റ്റൻസ്, ഇത് നമുക്ക് ഫ്രം ദ ഹാർട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ ആ റെസിസ്റ്റൻസ് വെക്കുന്നത് കൊണ്ട്. സോ ആ റെസിസ്റ്റൻസ് വെക്കാതിരിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മൾ യൂണിവേഴ്സായിട്ട് ഡയറക്റ്റ്ലി ഉള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വേറൊരാളെ നമ്മളിവിടെ ഒരാളുടെ അടുത്തും പോയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായേക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷനാണ് യൂണിവേഴ്സിൻ്റെ അടുത്തത് ചോദിക്കുന്നത്. സോ അവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. ആ വ്യക്തിനെ ഇപ്പം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൂടെയൊക്കെ പോയിട്ട് ആ വ്യക്തി മിണ്ടുന്നുണ്ടോ, നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടോ, കണ്ടില്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണോ, ഈ തരത്തിലൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ എത്രമാത്രം ക്ലിയർ ആവുന്നു അതനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും. മേ ബി ഇറ്റ് ടേക്സ് ടൈം. ചിലർക്ക് 1 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ കൊണ്ട് റിസൾട്ട് കിട്ടും. ചിലർക്ക് അതെത്രമാത്രം നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും റിസൾട്ട് കിട്ടുന്നത്. സോ റിസൾട്ടിനെ ഓർത്തല്ല നിങ്ങൾ വറിയാവേണ്ടത്. നമ്മൾ ഹീലാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം.
ബിക്കോസ് നമ്മൾ ഈ ചുറ്റിനും ചിലർ കണ്ടിട്ടില്ലേ, ഒരു പാറ്റേൺ ആയിരിക്കും അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ബ്രേക്കപ്പ് ചിലപ്പോൾ ഒരു സിമിലർ പോലെ ആയിരിക്കും അവരുടെ മുന്നത്തെ ബ്രേക്കപ്പ്. സോ ഇതൊരു പാറ്റേൺ പോലെ അവർ ഇതിനെ അട്രാക്ട് ചെയ്തെടുക്കും. സോ ഇതിനൊക്കെ നമുക്ക് ഹോപ്പനോപ്പോനോ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, 100% റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോ എന്താ ജഡ്ജ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ ഒന്നും വെക്കണ്ട. ആ വ്യക്തിനെ ഇടയ്ക്കിടയ്ക്ക് പോയി എന്താ നോക്കുക അത് മാറിയോ അങ്ങനെ ഒന്നും വേണ്ട. ഓക്കെ, യു ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഡു ഹോപ്പനോപ്പോനോ. റിസൾട്ട് ഷുവറാണ്, പക്ഷെ നമ്മൾ എത്രമാത്രം നമ്മൾ ഹാർട്ട്ഫുള്ളായിട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിനകത്തിരിക്കുന്ന കാര്യം. സോ ഈ പ്രോസസ്സ് നോക്കുക, ഇത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ ഹോപ്പനോപ്പോനോയിൽ ഉള്ള റിസൾട്ട് കിട്ടട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഈ ഒരു പ്രെയർ റിലേഷൻഷിപ്സിന് പ്രത്യേകിച്ചും ഇതൊരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു പ്രെയർ തന്നെയാണ്. അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ടറിയാം. സോ I am sorry, please forgive me, I thank you, I love you. God bless.